ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഹനിയ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കൗബ ഉണ്ടാക്കണം എന്നൊക്കെ. ഇപ്പോഴാണ് കേട്ടോ എനിക്ക് പറ്റിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ഞാനിത് ഇതുപോലത്തെ 2 കാർഡ്ബോർഡിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം നമുക്ക് ഇതും കൂടെ കൂട്ടിയിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ടാപ്പ് കൊണ്ടാണ് കേട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗമ്മൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ടാപ്പ് വെച്ചിട്ട് ഇതിനെ ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇതൊന്നും ജസ്റ്റ് നമ്മൾ ഒട്ടിച്ചെടുത്താൽ മതി. ശേഷം ഞാനിതവിടെ കാർഡ്ബോർഡ് ബോക്സ് നമ്മൾ കല്ലുകളൊക്കെ വെച്ച് പാകിയാണുള്ള ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഓരോന്നായിട്ട്. പിന്നെ നമ്മളിത് വെച്ച് കൊടുക്കുമ്പോൾ ഒരു ഡിസൈനൊക്കെ നോക്കിയിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാവും കേട്ടോ. താഴത്തെ ലെയർ അതുപോലെ തന്നെ വെക്കുക. പിന്നെ രണ്ടാമത്തെ ലെയർ നമ്മൾ ചെയ്യുമ്പോൾ ആ രണ്ടെണ്ണത്തിൻ്റെ ഇടയിലായിട്ട് അടുത്ത് വെക്കുക. അങ്ങനെയൊക്കെ വെക്കുമ്പോൾ കുറച്ചും കൂടി ഒരു രസം ഉണ്ടാവും. ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതവിടെ ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ഇഞ്ച് ഭാഗം മാത്രം മുകളിൽ വിട്ടതിന് ശേഷം ബാക്കി മുഴുവനും 4 ഭാഗത്തും ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതവിടെ ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ 1 ഇഞ്ച് ഭാഗം വിടണമെന്ന് പറഞ്ഞത് അത് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് നമുക്കിവിടെ സ്റ്റിക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ഒരു ടെറസിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുകൾ ഭാഗത്ത് കുറച്ച് താഴോട്ടാണല്ലോ ഉള്ളത്, അത് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഈ കാർഡ്ബോർഡിൻ്റെ മുകളിലോട്ട് ഫുള്ളായിട്ടൊന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്ത് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചുളിവുകളൊക്കെ വരാണ്ട് വേണം കേട്ടോ ഒന്ന് ചെയ്തെടുക്കാൻ. ജസ്റ്റ് ഒരു 1 ലെയർ കോട്ടിങ് മാത്രം ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കാർഡ്ബോർഡ് ഇതുപോലെ 4 ഭാഗത്തിൻ്റെയും സെൻറ്റിമീറ്ററിന് കണക്കാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. താഴത്ത് 2 വരി വിട്ടതിന് ശേഷം മുകളിലോട്ടാണ് ആ കാർഡ്ബോർഡ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അതിന് മുമ്പ് നമ്മൾ താഴത്ത് 2 വരിക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രൗൺ കളർ പെയിൻറ്റ് വെച്ചിട്ട് പിന്നെ ഞാൻ നേരത്തെ ചെയ്ത കാർഡ്ബോർഡിന് ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഞാനിതവിടെ മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഞാനിതവിടെ ഇതിൻ്റെ മുകളിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 വരി ബ്രിക്സ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടാണ് നമ്മളിത് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ 4 ഭാഗവും ഞാൻ ഒട്ടിച്ചതിന് ശേഷം ഗോൾഡൻ കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഇല്ലേ, അത് ഇതുപോലെ നേരായിട്ടൊരു സ്ട്രിപ്പ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ 4 ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മൾ റൗണ്ടിലും ഇങ്ങനെ ഞാൻ ഇതിൽ കാണിക്കുന്ന പോലത്തെ ഡിസൈനൊക്കെ ഒട്ടിച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അടുത്ത ലെയറിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഇതുപോലത്തെ ചെറിയ ഇതുപോലത്തെ പീസുകളും റൗണ്ടും ഇതൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഞാൻ കാണിക്കുന്ന പോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ഇതുപോലത്തെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഡോറ് മാതിരി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതവിടെ മുകൾ ഭാഗത്ത് വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ടെറസിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്നത്, അതുകൊണ്ട് വൈറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് അജറുൽ അസ്വദ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അലൂമിനിയം ഫോയിൽ പേപ്പർ ഇതുപോലെ ചുരുട്ടിയതിന് ശേഷം ഞാൻ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഗമ്മ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ കേട്ടോ. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാനിതവിടെ ഫുള്ളായിട്ട് കൗബയുടെ പണി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. കുറേ കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത് ഉണ്ടാക്കണം എന്നുള്ള. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ നടന്നത്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.